ഓർത്തതുപോലെ പുതുവത്സര ആശംസകളും അറിയിക്കുന്നു. ഈ വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ നമുക്ക് കൂടി വരാൻ ദൈവം ഇടയാക്കി. കഴിഞ്ഞ 1-2 ആഴ്ചകള് ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് കൂടി വരാനായിട്ട് ബുദ്ധിമുട്ടായി. ഇന്ന് നമുക്ക് പഠിച്ചുകൊണ്ടിരുന്ന ഭാഗത്തിലേക്ക് മടങ്ങി വരാം. യഹൂദന്റെ 3ാമത്തെ ദേവാലയത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഞാനൊരു ഫ്യൂ മിനിറ്റ്സ് എടുത്ത് ഓടിച്ച് നമ്മൾ എന്താ ചിന്തിച്ചതെന്ന് പറഞ്ഞു പോകാം. യഹൂദന് ദേവാലയം വളരെ പ്രാധാന്യതയാണ്. ഒരു ശരീരത്തിന്റെ ഹൃദയമെന്ന് പറയുന്ന പോലെ യഹൂദ ജനത്തിന്റെ ഹൃദയമാണ് അവരുടെ ദേവാലയം. ആ ദേവാലയത്തോട് അനുബന്ധിച്ചാണ് അവരുടെ ജീവിതം മുഴുവൻ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഒരു വർഷത്തിന്റെ ചരിത്രം എടുത്താൽ 20 വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാ പുരുഷന്മാരും വർഷത്തിൽ 3 പ്രാവശ്യം ഈ ദേവാലയത്തിന്റെ അങ്കണത്തിൽ വന്നേ കഴിയുള്ളൂ. അവരുടെ 7 യഹോവയുടെ ഉത്സവങ്ങൾ ഇവിടെ വന്നാണ് അവർ ആചരിക്കുന്നത്. അപ്പോൾ ഒരു വർഷത്തിൽ ഈ 3 പ്രാവശ്യം യെരുശലേമിൽ വന്ന് ഈ ദേവാലയത്തിന്റെ അടുക്കൽ അവരുടെ ആചാരങ്ങളൊക്കെ നിർവഹിക്കുമ്പോൾ അത് ഒരു വലിയ സ്വാധീനത അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. അവിടെ വെച്ചാണ് ദൈവവചനം വായിച്ചവർ കേൾക്കുന്നത്. ആ പുരുഷന്മാർ അത് കേട്ടിട്ട് വീട്ടിൽ ചെന്ന് കുഞ്ഞുങ്ങളെയും അതുപോലെ അവരുടെ ഭാര്യമാരോടും ഈ സത്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരങ്ങനെ ദൈവത്തിനൊരു പ്രത്യേക ജനമായി അവരെ സൂക്ഷിക്കുക. എന്നാൽ ഞാൻ പറഞ്ഞു വന്നതാ, അവരുടെ ചരിത്രത്തിലെ അതിപ്രധാനമായ ഒരു ഭാഗമാണ് യഹൂദ ദേവാലയം. നമ്മള് ലോകപരമായി ചിന്തിച്ചു നോക്കിയാൽ നമുക്കറിയാം 3 വേദഭാഗം നമ്മൾ ഓർത്തിട്ടുണ്ട്. എസെക്കിയേൽ പ്രവചനം 38:11, എസെക്കിയേൽ 5:5, യെശയ്യാവ് 19:24. ലോകത്തിന്റെ കേന്ദ്രം അല്ലെങ്കിൽ സെന്റർ എന്ന് പറയുന്നത് ഇസ്രയേലാണ്. ഇസ്രയേലിന്റെ മധ്യഭാഗം എന്ന് പറയുന്നത് നമ്മൾ നോക്കിയാൽ, ഒരു മാപ്പ് എടുത്ത് നോക്കിയാലും യെരുശലേമാണ്. യെരുശലേമിന്റെ മധ്യഭാഗം എന്ന് പറയുന്നത് ഈ ദേവാലയമാണ്. അപ്പൊ ദേവാലയമാണ് ലോകത്തിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ അത് കറക്റ്റാണ്. പോട്ടെ, വളരെ പ്രാധാന്യത അർഹിക്കുന്നു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം. നമുക്കറിയാം ഈ ദേവാലയം പണിതത് മോറിയ മലയിലാണ്. മോറിയ മല ഒരു മലയല്ല, മലനിരകളാണ്. ഈ മോറിയ മലയുടെ മലനിരകളിൽ ഉള്ളതാണ് ഈ കർത്താവ് ക്രൂശിക്കപ്പെട്ട ഗോൽഗോത്ത എന്ന് പറയുന്നതൊക്കെ ഇതിന്റെ ആ ഭാഗമാണ്. ഈ യെരുശലേം ദേവാലയത്തിന്റെ ഒരു മതില് കഴിഞ്ഞാൽ അപ്പുറത്ത് ഈ ഗോൽഗോത്തയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ലോകത്തിന്റെ സെന്ററിലാണ് യഹൂദ ദേവാലയം നിന്നത്. ലോകത്തിന്റെ സെന്ററിലാണ് കർത്താവായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. ചരിത്രത്തിന്റെ മധ്യഭാഗമാണ് യെരുശലേം. ലോകത്തിന്റെ സെന്ററുമാണ് യെരുശലേം. യെരുശലേമിന്റെ സെന്ററാണ് യഹൂദ ദേവാലയം. അപ്പോൾ പ്രാധാന്യത ദൈവം അതിന് കൊടുത്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ ചിന്തിക്കാറുണ്ട്, പലരും ചിന്തിക്കാറുണ്ട്, ദൈവം ഇതിനെ ഡിസോൺ ചെയ്തു എന്നാണ് നമ്മുടെ ചിന്താഗതി. ദൈവം ഡിസോൺ ചെയ്തൊരു കാലഘട്ടം ഉണ്ടായത് ദൈവപുത്രന്റെ മരണശേഷമാണ്. എന്നാൽ ഈ ഭൂമിയിൽ ദൈവം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ ദേവാലയം പണിതത്. ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിപ്പാൻ നിങ്ങൾ എനിക്കൊരു ആലയം ഉണ്ടാക്കണം. അങ്ങനെ സമാഗമന കൂടാരം പണിതു. അത് അവര് ഇസ്രയേലിൽ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ സെന്ററില്, ആ രാഷ്ട്രത്തിന്റെ മധ്യഭാഗത്തില് ദേവാലയം എങ്ങനെ പണിയണമെന്നുള്ളതിന്റെ ബ്ലൂ പ്രിന്റ് ദാവീദിന് കൊടുത്തു. ദാവീദിനെ കൊണ്ട് ദൈവം പണിയിക്കാതെ ശലോമോനെ കൊണ്ട് ആ ദേവാലയം പണിയിപ്പിച്ചെടുക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ദേവാലയം, യഹൂദന് 2 ദേവാലയം ഉണ്ടായിരുന്നു. രണ്ടും ഒരു സ്ഥലത്ത് തന്നെയാണ് പണിതിരിക്കുന്നത്. നമ്മൾ ആ ഭാഗങ്ങളൊക്കെ ചിന്തിച്ചു. ഞാൻ അതുകൊണ്ട് ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. ദാവീദ് ജനങ്ങളെ എണ്ണിക്കഴിഞ്ഞപ്പോൾ ബാധ ജനത്തെ ബാധിച്ചു. ദാവീദ് ജനത്തെ എണ്ണിയത് ദൈവത്തിന് ഇഷ്ടമല്ലാതെ വന്നു. ഒരു യഹൂദൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രം ജനങ്ങളെ എണ്ണുന്നത് 20 വയസ്സിന് മുകളിലോട്ടുള്ളവരെയാണ് എണ്ണുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വാളെടുത്ത് യുദ്ധം ചെയ്യാൻ കഴിയുന്നവരെ, അവരുടെ സൈന്യ ബലമാണ് ജനങ്ങളെ എണ്ണുമ്പോൾ അവര് എണ്ണി നോക്കുന്നത്. ദാവീദ് സ്വസ്ഥമായി ഏലാത്ത് മുതല് അങ്ങ് ഇന്നത്തെ സിറിയ ആ പ്രദേശം വരെയൊക്കെ പിടിച്ചെടുത്ത്
രാജ്യം സ്ഥാപിച്ച് സ്വസ്ഥമായി ശത്രുക്കളെയൊക്കെ നിഗ്രഹിച്ച് ഇരിക്കുമ്പോൾ തൻ്റെ മനസ്സിൽ തോന്നി ജനങ്ങളെ ഒന്ന് എണ്ണി നോക്കണം. അങ്ങനെ ജനങ്ങളെ എണ്ണി നോക്കിയപ്പോൾ ദൈവത്തിന് അനിഷ്ടമായി വലിയ ബാധയുണ്ടായി, ജനങ്ങൾ മരിച്ചു. നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദിനോട് പറയുന്നു, ഈ ബാധ നിൽക്കുവാൻ നീ ഒരു കാര്യം ചെയ്യണം, ഒർന്നാന്റെ കളം വിലയ്ക്ക്, ഒർന്നാന്റെ കളത്തില് യഹോവയ്ക്കൊരു യാഗം അർപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ദാവീദ് യെരൂശലേമിൽ വരുന്നു. അതൊരു കൃഷിഭൂമിയായിരുന്നു. ഓർന്നാൻ എന്ന് പറയുന്ന ആളുടെ കയ്യിൽ, യബൂസിനായ ഓർന്നാന്റെ കയ്യിൽ നിന്ന് ഈ സ്ഥലം നമ്മൾ കണ്ടു. കഴിഞ്ഞ ആഴ്ച യാഗമർപ്പിച്ച സ്ഥലം 50 ശേക്കൽ വെള്ളിക്ക് മേടിച്ചു. എന്നാൽ ആ പ്രദേശം മുഴുവൻ ദാവീദ് എന്ത് ചെയ്തു? 600 ശേക്കൽ സ്വർണത്തിന് അത് മൊത്തം മേടിച്ചു. ഈ കളം മേടിച്ചത് 60 ശേക്കൽ വെള്ളിക്കാണെങ്കിൽ ആ സ്ഥലങ്ങൾ മുഴുവൻ ദാവീദ് 600 ശേക്കൽ സ്വർണത്തിന് മേടിച്ചു. ദാവീദ് അത് വില കൊടുത്ത് മേടിച്ച ശേഷം വേറെ ആരും അത് മേടിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ എനിക്ക് തോന്നുന്നു 1995 യഹൂദൻ അവരുടെ ഒരു സെലിബ്രേഷൻ നടത്തി. അതായത് ദാവീദ് യെരൂശലേമിനെ പിടിച്ചെടുത്ത് തലസ്ഥാനമായി പ്രഖ്യാപിച്ചിട്ട് 3000 ആനിവേഴ്സറി കൊണ്ടാടിയത് 1995 മറ്റോ ആണ്. ലോകത്തിലെ ഒരു കൂട്ടം രാഷ്ട്രങ്ങൾ അതിനെ തിരസ്കരിച്ചു, അല്ലെങ്കിൽ ബോയ്ക്കോട്ട് ചെയ്തു, ചിലത് അതിനകത്ത് പങ്കെടുത്തു. അതൊരു ചരിത്ര സംഭവമാണ്. 3000 വർഷം പഴക്കമുള്ള ഒരു പ്രദേശമാണ് യെരൂശലേം, അല്ലെങ്കിൽ ദാവീദ് അതിനെ അവരുടെ തലസ്ഥാനമാക്കി തീർത്തത്. അത് ഈ യബൂസ്യരുടെ കയ്യിൽ നിന്ന് മേടിച്ച് ഓർന്നാന്റെ കളവും ചുറ്റുമുള്ള പ്രദേശമൊക്കെ ദാവീദ് ഹാർഡ് കറൻസിയിൽ മേടിച്ചതാണ്. പിന്നീട് ആ സ്ഥലങ്ങൾ പലരും പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിലും ആരും അത് രണ്ടാമത് മേടിച്ചതായിട്ട് ചരിത്രത്തിലോ ബൈബിളിലോ നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഇന്നും അതിൻ്റെ അവകാശികൾ യഹൂദന്മാർ തന്നെയാണ്. കാരണം അവര് ഹാർഡ് കറൻസി കൊടുത്ത് മേടിച്ച, അവരുടെ രാജാവ് മേടിച്ച സ്ഥലമാണ് യെരൂശലേം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. 2 ദേവാലയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ അത് പഠിക്കുകയുണ്ടായി. നമ്മൾ ശ്രദ്ധിച്ചത് കൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ശലോമോൻ പണിതത് ക്രിസ്തുവിന് ഏതാണ്ട് 960 വർഷം മുമ്പാണ്. BC 960 ശലോമോൻ ദേവാലയം പണിതത്. ആ ദേവാലയം BC 586 ഏതാണ്ട് 374 വർഷം ആ ദേവാലയം നിന്നു. 374 വർഷം. BC 586 അവിവ മാസം 9-ാം തീയതി ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ അത് തീ വെച്ച് നശിപ്പിച്ച് കല്ലെല്ലാം ഇടിച്ച് നിരത്തി. പിന്നീട് നമ്മൾക്കറിയാം 70 വർഷ പ്രവാസം തീരുന്നു. അടുത്തത് പേർഷ്യൻ എംപയർ വന്നത്. ദാനിയേലിന്റെ പുസ്തകം പഠിച്ചപ്പോൾ നമ്മളത് കണ്ടു. പേർഷ്യൻ എംപയർ ഭരണത്തിൽ വന്നപ്പോൾ ഖോരശ് അല്ലെങ്കിൽ സൈറസ് എന്ന് പറയുന്ന രാജാവ് യെരൂശലേമിൽ മടങ്ങിപ്പോയി ദേവാലയം പണിയാൻ അനുവാദം കൊടുത്തു. അങ്ങനെ ഏതാണ്ട് 50,000 ആളുകൾ മടങ്ങി വന്ന് യഹൂദന്റെ ദേവാലയം സെരുബാബേലിന്റെ നേതൃത്വത്തിൽ പണിതു. അതുകൊണ്ട് അത് അറിയപ്പെടുന്നത് സെരുബാബേലിന്റെ ദേവാലയം എന്ന് അറിയപ്പെടുന്നു. ആ പ്രവാസികൾ മടങ്ങി വന്ന് പണിത ദേവാലയമാണ് ഹെരോദ രാജാവ് അത് വീണ്ടും പുതുക്കിപ്പണിതു. ഹെരോദ രാജാവ് ഒരു റോമൻ ഭരണകർത്താവാണ്. ആ റോമൻ ഭരണകർത്താവ് അത് പുതുക്കിപ്പണിതു. അനേക വർഷങ്ങൾ, ഏതാണ്ട് 45 വർഷമായിട്ടും പണി തീർന്നിട്ടില്ല. ഏതാണ്ട് പണി തീർന്നു. അത് പുതുക്കി പണിത് മനോഹരമായ ഒരു വലിയ ദേവാലയമാക്കി തീർത്തു. എന്നാൽ നമുക്കറിയാം AD 64 റോമൻ ജനറൽ വന്ന് വളയുന്നു. എന്നാൽ AD 70 ആയപ്പോഴാണ് ഈ ദേവാലയം വീണ്ടും റോമാക്കാരെ നശിപ്പിച്ചു. എന്നാൽ അവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഏത് ദിവസമാണോ ബാബിലോണിയർ ദേവാലയം തീ വെച്ച് നശിപ്പിച്ചത്, അതേ ദിവസമാണ് റോമാക്കാരും ഇത് രണ്ടാമത് നശിപ്പിക്കുന്നത്. അവിചാരിതമായിട്ട് സംഭവിച്ചതാണ് എന്ന് നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാം. പക്ഷേ ദൈവം അറിയാതെ അത് അങ്ങനെ നശിപ്പിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ യഹൂദന്റെ ദേവാലയം AD 70 നശിപ്പിക്കപ്പെട്ടു. പിന്നീട് അവർക്ക് ദേവാലയം ഇല്ല. ദേവാലയത്തിന്റെ അങ്കണത്തിലെ അവർക്ക് യാഗമർപ്പിക്കാൻ കഴിയുള്ളൂ. യാഗമില്ല. നമ്മൾ ഒരു വാക്യം വായിച്ചതാണെങ്കിൽ ഞാൻ രണ്ടാമത് വായിക്കുന്നു. ഹോശേയ പ്രവചനം 3-ാം അധ്യായം.
പ്രവാചകൻ അത് മുമ്പ് കൂട്ടി പറഞ്ഞു. എന്താ പറഞ്ഞെന്ന് നോക്കാം. 4-ാം വാക്യം തുടങ്ങി. ഈ വിധത്തിൽ ഇസ്രായേൽ മക്കൾ ബഹുകാലം, ഫോർ മെനി ഡേയ്സ്, രാജാവില്ലാതെ, പ്രഭുവില്ലാതെ, യാഗമില്ലാതെ, പ്രതിഷ്ഠയില്ലാതെ, എഫോദില്ലാതെ ഗൃഹബിംബാല ഇരിക്കും. ഫോർ മെനി ഡേയ്സ് they will abide like this, without sacrifice, without effort. അതായത് അവരുടെ പൗരോഹിത്യ സംഗതിയില്ല. മഹാപുരോഹിതന്റെ വസ്ത്രത്തിന്റെ ഭാഗമാണ് എഫോദ്. മഹാപുരോഹിതനില്ല, പുരോഹിതന്മാരില്ല, യാഗമില്ല, ദേവാലയമില്ല, പിന്നെ അവർക്ക് ഗൃഹബിംബവുമില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ശരിയായ ആരാധനയുമില്ല, തെറ്റായ ആരാധനയുമില്ല. അങ്ങനെ അവർ അനേക നാളുകൾ കഴിയും. അനേക നാളുകൾ കഴിഞ്ഞിട്ട് പിന്നീട് 5-ാം വാക്യത്തിൽ പിന്നത്തേതിൽ ഇസ്രായേൽ മക്കൾ തിരിഞ്ഞ് തങ്ങളുടെ ദൈവമായ യഹോവയും തങ്ങളുടെ രാജാവായ ദാവീദിനെയും അന്വേഷിക്കും. ഭാവി കാലത്ത് അവർ ഭയപ്പെട്ടും കൊണ്ട് യഹോവയിലേക്കും അവന്റെ നന്മയിലേക്കും മടങ്ങി വരും. മറ്റു വിധത്തിൽ പറഞ്ഞാൽ അനേക നാളുകൾ യഹൂദന്മാർ ഇങ്ങനെ കഴിഞ്ഞ ശേഷം ഏതാണ്ട് അവസാന നാളുകളിൽ അവർക്കിതൊക്കെ കിട്ടുകയും അവർ മടങ്ങി വന്ന് അവർ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്ന് അവർക്കിതൊക്കെ തിരിച്ചു കിട്ടുന്നതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു പ്രത്യേക കാര്യമാണ്. ഇവിടെ നമ്മൾ ഇനിയും വേറെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇതൊക്കെ ശ്രദ്ധിച്ചത് കൊണ്ട് ഞാനൊന്ന് ഓടിച്ചു പറഞ്ഞു. നമ്മൾ മുന്നോട്ട് കടന്നു പോകാം. ഈ ദേവാലയം മൂന്നാമത് പണിയപ്പെടണം. നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് കണ്ടു. നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ, കർത്താവ് പറഞ്ഞ വാക്കുകൾ നമ്മൾ കണ്ടു. അതായത് ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണും. അത് യഹൂദ ദേവാലയത്തിന്റെ അകത്ത് അന്തിക്രിസ്തു മലിനപ്പെടുത്തുന്നതാണ്. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് അത് പറഞ്ഞു. വെളിപ്പാട് ദിവസം 11-ാം അധ്യായം നമ്മൾ കണ്ടു. അതായത് മഹോപദ്രവ കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന ദേവാലയം. ഇനി ഞാനൊരു കാര്യം പറഞ്ഞോന്ന് എനിക്കറിയില്ല. ലോകപ്രസിദ്ധമായ ഒരു ഗ്രന്ഥമുണ്ട്, ദ ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് റോമൻ എംപയർ. റോമൻ സാമ്രാജ്യത്തിന്റെ അധപ്പതനവും അതിന്റെ തകർച്ചയെ കുറിച്ച് രേഖപ്പെടുത്തിയ ഒരു ഗ്രന്ഥമാണ് ദ ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് റോമൻ എംപയർ. അതിൽ എഴുതിയത് എഡ്വേർഡ് ഗിബോൺ എന്ന് പറയുന്ന മനുഷ്യനാണ്. ആ ചരിത്ര ഗ്രന്ഥം ലോകപ്രസിദ്ധമായ ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ ദേവാലയത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് യേശുക്രിസ്തു പറഞ്ഞു, അതായത് യെരുശലേം ജാതികൾ തകർക്കും. ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരുശലേമിനെ ചവിട്ടും. മറ്റു വിധത്തിൽ പറഞ്ഞാൽ യെരുശലേം തകർക്കപ്പെട്ട് ജാതികളുടെ കരങ്ങളിൽ യെരുശലേം അമർന്നിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. എന്നാൽ ഇതിനെ വെല്ലുവിളിച്ചുകൊണ്ട് റോമൻ ഭരണകർത്താവ് വന്നു. യേശുക്രിസ്തു പറഞ്ഞത് കള്ളമാണെന്നും ഭോഷ്കാണെന്നും അങ്ങനെയല്ല, ഈ യഹൂദന്റെ ദേവാലയം വീണ്ടും പണിയപ്പെടുമെന്നും അത് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം ചില കാര്യങ്ങൾ ചെയ്തു. ഇത് ഈ ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് റോമൻ എംപയർ എന്ന് പറയുന്ന പുസ്തകത്തിലുണ്ട്. എംപറർ ജൂലിയൻ ദ അപ്പോസ്റ്റേറ്റ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. എംപറർ ജൂലിയൻ ദ അപ്പോസ്റ്റേറ്റ്. അദ്ദേഹത്തിന്റെ ജീവിതം ഏതാണ്ട് AD 321 തൊട്ടുള്ള കാലഘട്ടമാണ്. നമ്മൾ ഓർക്കണം, AD 312 കോൺസ്റ്റന്റൈൻ ക്രിസ്ത്യാനിയായി മാറിയത്. അങ്ങനെ റോമൻ സാമ്രാജ്യം ക്രിസ്തുമതമായി. എന്നാൽ അതിന്റെ ശേഷം വന്ന AD 321 വന്ന ഈ എംപറർ ജൂലിയൻ ദൈവവിശ്വാസി അല്ലായിരുന്നു. ക്രിസ്ത്യ വിശ്വാസി അല്ലായിരുന്നു. അദ്ദേഹം ക്രിസ്ത്യാനികളെ വെല്ലുവിളിച്ചു. യേശുക്രിസ്തു പറയുന്നത് ഭോഷ്കാണ്, യെരുശലേമിൽ വീണ്ടും ദേവാലയം പണിയുമെന്ന് പറഞ്ഞ് അദ്ദേഹം കൽപ്പന കൊടുത്തു ദേവാലയം പണിയുവാൻ. യഹൂദന്മാർ ആവേശം കൊണ്ടു. അവർക്ക് ഈ പ്രവചനമൊന്നും അറിയില്ലല്ലോ. അവരാവേശം കൊണ്ടു. ആദ്യം അവർ ചെയ്തത് ഈ യെരുശലേം ദേവാലയം നിന്ന് കൽക്കൂനയായി കിടക്കുന്ന സ്ഥലങ്ങൾ ക്ലീൻ ചെയ്യാനാണ്. ഞാൻ ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കി. പർപ്പിൾ വെയിലിൽ അവര് കല്ലുകളും മണ്ണുകളും കോരിയെടുക്കാൻ തുടങ്ങി. അവിടെ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. ജോലിക്കാരൊക്കെ കൂടി വന്നു. അദ്ദേഹം ചക്രവർത്തി ആയതുകൊണ്ട് റോമൻ ട്രഷറിയിൽ നിന്ന് ഇത് പണിയാനുള്ള പണം കുറെ അലോട്ട് ചെയ്തു. യഹൂദന്മാർ ഔദാര്യമായി ദാനമായി പണം കൊടുത്തു. അപ്പോൾ പണമായി
വേല ചെയ്യാൻ ആളുകൾ കൂടി. ഈ ദേവാലയം പണിയപ്പെടാൻ ഏതാണ്ട് എല്ലാ ഒരുക്കങ്ങളും വന്ന് ആ സ്ഥലം ക്ലീൻ ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം ഈ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, രാത്രിയായി. ജോലിക്കാരൊക്കെ അവിടെ കിടന്നുറങ്ങുകയാണ്. ഒരു ഭൂകമ്പം ഉണ്ടായി. ഈ പുസ്തകത്തിൽ പറയുന്നത് ഭൂമിയുടെ അടിയിൽ നിന്ന് തീക്കുണ്ടങ്ങൾ മുകളിലോട്ട് വന്നു. ഭൂകമ്പം ഉണ്ടായി, തീക്കുണ്ടങ്ങൾ മുകളിലോട്ട് വന്നു. ഈ തീ പല ജോലിക്കാരെയും കൊന്നുകളഞ്ഞു. ആളുകൾ ഓടി, തീക്കുണ്ടം അവരെ കൊന്നുകളഞ്ഞു. നടന്ന സംഭവമാണ്. അങ്ങനെ ഈ ദേവാലയം പണിയുന്ന പ്രൊജക്റ്റ് അതോടുകൂടെ നശിച്ചു. ജൂലിയൻ ദ അപ്പോസ്റ്റേറ്റ് ഏതാനും മാസങ്ങൾക്കുള്ളിലും മരിച്ചുപോയി. ഇത് അവിചാരിതമായി സംഭവിച്ചതല്ല. യേശുക്രിസ്തു ദൈവവചനത്തിൽ പറഞ്ഞു, ബഹുകാലം നിങ്ങൾക്ക് യാഗമില്ലാതെ, ബഹുകാലം നിങ്ങൾക്ക് ദേവാലയമില്ലാതെ, ബഹുകാലം നിങ്ങൾക്ക് പുരോഹിതന്മാരില്ലാതെ നിങ്ങൾ കഴിയും. അതിനെ വെല്ലുവിളിച്ചുകൊണ്ടും ദൈവപുത്രൻ പറഞ്ഞു, ജാതികളുടെ കാലം തികയോളം ജാതികൾ യെരൂശലേമിനെ ചവിട്ടും. ആ വാക്കുകൾ തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ട് അദ്ദേഹം ഈ യേശുക്രിസ്തുവിന്റെ വാക്കുകൾ തെറ്റാണെന്ന് പറയുവാനായിട്ട് അദ്ദേഹം തെളിയിക്കുകയാണ് ഈ ദേവാലയം പണിയാനായിട്ട് ആരംഭിക്കുന്നത്. എന്ന് സംഭവിച്ചു? ദൈവം അനുവദിച്ചില്ല പണിയാൻ. ദൈവം അനുവദിച്ചില്ല. ഞാൻ ഓർപ്പിച്ച പോലെ അവിടെ ഭൂകമ്പം ഉണ്ടായി. ആ തീക്കുണ്ടങ്ങൾ അവിടെ നിന്ന് വന്ന് ജോലിക്കാർ മരിച്ചിട്ട് ഈ പ്രൊജക്റ്റ് അവിടെ നിന്ന് ഉപേക്ഷിച്ച് കളയുക. എന്നാൽ ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, നാളുകൾ കഴിഞ്ഞുപോയി. ഞാനും നിങ്ങൾ ജീവിക്കുന്ന നാളുകളിൽ 1967 യഹൂദൻ ഈ സ്ഥലം വീണ്ടും പിടിച്ചെടുത്തു. 67 6 ദിവസത്തെ യുദ്ധത്തില് അവരാ സ്ഥലം പിടിച്ചെടുത്തു. ആ സ്ഥലം പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് ദേവാലയം പണിയുവാനായിട്ടുള്ള ഒരു വലിയ ദൗത്യം അവർക്കുണ്ടായിരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഭക്തന്മാരായ യഹൂദന്മാർ, ഓർത്തഡോക്സ് യഹൂദന്മാർ, അവര് ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിക്കുമായിരുന്നു, ഞങ്ങളുടെ നാളുകളിൽ ദേവാലയം പണിത് കാണുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ നാളുകളിൽ ദേവാലയം പണിത് കാണുവാൻ ഞങ്ങളെ സഹായിക്കണം. അവരുടെ ആഗ്രഹമാണ്. ഒരു യഹൂദന്റെ, നമ്മുടെ ശരീരത്തിലെ ചോര പോലെയാണ് ഈ ദേവാലയം എന്ന് അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവര് അതിനുവേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർക്ക് ഈ സ്ഥലം തിരിച്ചു കിട്ടുന്നത് 1967. ആ സ്ഥലം തിരിച്ചു കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരുടെ മധ്യത്തിൽ വലിയൊരു ആവേശമാണ് യഹൂദന്റെ ദേവാലയം പണിയാനായിട്ടുള്ള ഒരാവശ്യം. ഈ ദേവാലയം എങ്ങനെ പണിയും എന്നുള്ളത് ഒരു പ്രശ്നമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. അതായത് ഇവരുടെ ടോറ അല്ലെങ്കിൽ ഇവരുടെ ന്യായപ്രമാണത്തെ കോഡ് ചെയ്തിട്ടുണ്ട്. അതായത് 1, 2, 3 എന്ന് പറഞ്ഞ് കോഡ് ചെയ്ത് എഴുതിയിരിക്കുക. അവരുടെ റബിമാര് ഇത് കോഡ് ചെയ്ത് എഴുതിയപ്പോൾ ഈ 613 കമാൻഡ്മെന്റ് ഉണ്ട് ഈ യഹൂദന്റെ ടോറയിൽ. 613 കമാൻഡ്മെന്റ്. ഈ 613 കമാൻഡ്മെന്റിലെ കാറ്റലോഗ് ചെയ്തിരിക്കുന്ന തൽമുഡിലെ കൽപ്പനയിലെ ഏതാണ്ട് 1/3 ഇറ്റ് ഈസ് ഡയറക്ട്ലി റിഫറിങ് ടു ദ ടെമ്പിൾ റീബിൽഡിംഗ്. അതിൽ 1/3 ദേവാലയത്തിന്റെ പണി അല്ലെങ്കിൽ അതുണ്ടെങ്കിൽ അതിന്റെ മെയിൻ്റനൻസിനോടുള്ള ബന്ധത്തിൽ കൊടുത്തിരിക്കുന്ന കൽപ്പനയാണ് ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഒരു യഹൂദനെ സംബന്ധിച്ച് അവന്റെ ദേവാലയം പണിയുക എന്നുള്ളത് അവനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ഈ ദേവാലയം നമ്മൾ ഓർത്തതുപോലെ 67 ഈ സ്ഥലം പിടിച്ചെടുത്ത ശേഷം അവർക്ക് പണിയായിട്ടുള്ള ഒരു വലിയ ആവേശമാണ് മധ്യത്തിൽ. നമ്മൾ കണ്ടു, ജൂലിയൻ ദ അപ്പോസ്റ്റേറ്റ് പണിയാൻ തുടങ്ങി, ദൈവം അനുവദിച്ചില്ല. എന്നാൽ ഇന്ന് ദേവാലയം പണിയാൻ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും നമ്മള് ഇതോടുള്ള ബന്ധത്തിൽ ഇനിയും പഠിക്കാൻ പോകുന്നത്, ജൂലിയന്റെ അപ്പോസ്റ്റേറ്റിന് അത് പണിയാനായിട്ട് ദൈവം അനുവദിച്ചില്ല. എന്നാൽ ഈ ദേവാലയം ഇന്ന് പണിയപ്പെടാനായിട്ട് ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ഒരുക്കപ്പെട്ടു കഴിഞ്ഞു. നമ്മൾ കണ്ടു യഹൂദന്റെ മനോഭാവം. അവർക്ക് 67 ഈ സ്ഥലം തിരിച്ചു കിട്ടിയപ്പോൾ ഇത് പണിയാനായിട്ടുള്ള വലിയൊരു ആവേശമാണ്. ഈ ദേവാലയം ആര് പണിയും
കഴിഞ്ഞ ആഴ്ച പറഞ്ഞോന്ന് എനിക്കറിയില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ, അവരുടെ രാഷ്ട്രം ഈ ദേവാലയം പണിയത്തില്ല. അവർക്ക് രാജ്യം സെക്കുലർ നേഷനാണ്, അതായത് മതപരമായിട്ട് ബന്ധമില്ല, ഒരു സെക്കുലർ നേഷനാണ്. പിന്നെ ആരാ പണിയുന്നത്? അവര് പണിയണമെങ്കിൽ അവർക്ക് സനീന്ദ്ര സഭ ഉണ്ടാകണം. സനീന്ദ്ര സഭ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചുവെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 71 പേരുള്ള നമ്മുടെ സുപ്രീം കോർട്ട് എന്ന് പറയുന്ന പോലെ അവരുടെ മതപരമായ കാര്യങ്ങൾ നോക്കുന്ന 71 പേരുള്ള ഒരു സംഘടനയുടെ പേരാണ് ഈ സനീൻഡ്രൻസ് എന്ന് പറഞ്ഞാൽ, സനിഹീന്ദ്രൻ. അത് ഉടലെടുത്തിരിക്കുന്നത് നമ്മൾ സംഖ്യാപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. മോശ 70 പേരെ തെരഞ്ഞെടുത്തു. മോശ 70 പേരെ തെരഞ്ഞെടുത്തപ്പോൾ മോശയുടെ ഉൾപ്പെടെ 71 പേരായി. സംഖ്യാപുസ്തകം 11 16 തൊട്ട് 17 വരെയുള്ള വാക്യത്തിലാണ് അത് വായിക്കുന്നത്. സംഖ്യ 11 16 തൊട്ട് 17 വരെ. ഈ 71 പേരാണ് ഇസ്രയേലിന്റെ റിലീജിയസ് കാര്യങ്ങളുടെ ഹയസ്റ്റ് അതോറിറ്റീസ്. ഈ ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നപ്പോഴും സനീന്ദ്ര സഭയാണ് ചുമതലയെടുത്ത് ദേവാലയം പണിതത്. നോക്കുക, ഇന്ന് നൂറ്റാണ്ടുകൾ, അതായത് AD 70 ശേഷം അവർക്ക് സനീന്ദ്ര സഭയില്ലായിരുന്നു. എന്നാൽ ഇന്നൊരു സനീന്ദ്ര സഭയുണ്ട്. 2004 ഒക്ടോബർ 13 യഹൂദന്മാരുടെ മധ്യത്തിലുള്ള 71 ഏറ്റവും ബഹുമാന്യരായ യഹൂദന്മാരെ തെരഞ്ഞെടുത്തു സനീന്ദ്രൻസ് ആയിട്ട്. അവരുടെ ഹൈലി റെസ്പെക്റ്റഡ് റാബീസ് ആണ്, റബിമാർ. ഈ റബിമാരെ 71 പേരെ തെരഞ്ഞെടുത്തു. അവര് ഓത്തെടുത്തു, ഉടമ്പടി ചെയ്തു. 2005 ജാനുവരി 20 ഈ മോഡേൺ സനീന്ദ്ര സഭ പ്രവർത്തനം ആരംഭിച്ചു. ഈ സനീന്ദ്ര സഭ അവരുടെ ചുമതലയാണ് എവിടെയായിരുന്നു ദേവാലയം നിന്ന ലൊക്കേഷൻ, അതവർ കണ്ടുപിടിക്കണം. ദേവാലയം പണിയാനുള്ള സകല സാധനങ്ങളും അവർ കൊണ്ടുവരണം. ദേവാലയത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പുരോഹിതന്മാരെ അവര് ഇതാക്കണം. നമ്മൾ ഓർക്കണം, നമ്മൾ കെട്ടിടം പണിയുന്ന പോലെ ഇവർക്ക് പണിയാനൊക്കില്ല. ഇവർക്ക് ഈവൻ ഒരു ക്ലോത്ത്, മഹാപുരോഹിതന്റെ ആ വസ്ത്രത്തിൽ നീല നിറമുണ്ട്. നമുക്കൊരു ബ്ലൂ ഡ്രസ് എടുക്കണമെങ്കിൽ കടയിൽ പോയി എടുത്താൽ മതി. അവർക്ക് ആ ബ്ലൂ ഡ്രസ് ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ സ്പെസിഫിക്കേഷൻ ഉണ്ട്, അവരുടെ റൈറ്റിങ്സ്. അത് ഇന്ന സാധനം കൊണ്ടേ ഉണ്ടാക്കാനൊക്കത്തുള്ളൂ. അങ്ങനെ ഇതിന്റെ മുഴുവൻ ചുമതല വഹിക്കുന്നത് ഈ സനീന്ദ്ര സഭയാണ്. ഈ സനീന്ദ്ര സഭയുടെ കീഴിലാണ് ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്. ദേവാലയം പണിയാനുള്ള ഒരു സ്ഥാപനമാണ് ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്. യെരുശലേമിൽ പോയാൽ ഈ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിക്കാം. ഞാൻ ഈ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പലപ്പോഴും പോയിരുന്നിട്ടുണ്ട്. അവിടെ പോയി അവരുണ്ടാക്കി വെച്ച സാധനങ്ങളും ദേവാലയം പണിയാനുള്ള കാര്യങ്ങളുടെ അനേക ഡീറ്റെയിൽ ഞാൻ എടുക്കുകയുണ്ടായി. ഞാൻ ഓർപ്പിച്ചു വന്നത്, ഇന്ന് യഹൂദന്റെ ദേവാലയം പണിയാൻ ഒരു സനീന്ദ്ര സഭയുണ്ട്. സനീന്ദ്ര സഭ കാര്യങ്ങള് മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുക. വളരെ ദ്രുതഗതിയില് സനീന്ദ്ര സഭ മുന്നോട്ട് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പ്രത്യേകം ഓർപ്പിക്കട്ടെ. നമ്മള് 1967 യഹൂദൻ ഈ യെരുശലേം പിടിച്ചെടുക്കുന്നത്. 1967 6 ദിവസത്തെ യുദ്ധത്തിലാണ് ഈ ടെമ്പിൾ നിന്ന സ്ഥലം അവർ പിടിച്ചെടുത്തത്. ആ സ്ഥലം, അതായത് ഇത് പിടിച്ചെടുക്കുന്നതിന് മുമ്പ് അവിടെ ശിലാലിഖിതങ്ങൾ, അതായത് കുഴിഞ്ഞു കിടക്കുന്ന ഭൂമിയുടെ അടിയിലുള്ള സാധനങ്ങള് അവര് ഖനനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രത്യേക ഒരു ഭാഗം, ഒരു എന്താ പറയേണ്ടത്, ഒരു സ്റ്റോൺ അവർക്ക് കിട്ടി, ഒരു കല്ല്. ആ കല്ലിൽ ഒരു വാക്യം എഴുതിയിരിക്കുന്നത് 67 സംഭവമാണ്. ആ വാക്യം ഞാനൊന്ന് വായിക്കാം. യെശയ്യാപ്രവചനം 66. ഇതൊക്കെ അവിചാരിതമായ സംഭവങ്ങളാണോ? ഈ 1967 യഹൂദൻ ഇത് പിടിച്ചെടുക്കുന്നതിന് മുമ്പ് അവിടെ ആർക്കിയോളജിസ്റ്റുകൾ കണ്ടുപിടിച്ചു ഒരു സ്റ്റോൺ. ആ സ്റ്റോണില് യെശയ്യാപ്രവചനം 66 അധ്യായത്തിന്റെ ആദ്യ 14 വാക്യം, 66:14 ആദ്യത്തെ പാർട്ടാണ് അത് കൊത്തിവെച്ചിരുന്നത്. എന്താ നോക്കിയേ, അത് കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ അസ്ഥികൾ ഇളമ്പുല്ല് പോലെ തഴയ്ക്കും. When you see this, your
heart shall rejoice and your bones shall flourish like an herb. ഈ കല്ല് അവർ കണ്ടുപിടിച്ചു 67. അവർ 67 അത് കണ്ടുപിടിച്ച ശേഷമാണ് യഹൂദൻ 67 ഇത് പിടിച്ചെടുത്തപ്പോൾ അതിന്റെ ബാക്കി ഭാഗം നമുക്കൊന്ന് വായിക്കാം. ബാക്കി ഭാഗം ആ കല്ലിൽ എഴുതിയിട്ടില്ലായിരുന്നു. ബാക്കി ഭാഗം എന്തുവാ? യഹോവയുടെ കൈ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടും. കണ്ടോ ആ വാക്യം? ഈ സെക്കൻഡ് സെക്ഷൻ, and the hand of the Lord shall be known towards his servants. ദൈവകരം തന്റെ ദാസന്മാർക്ക് ഇതായിരിക്കണമെന്ന് കണ്ടുപിടിച്ചത്. യെസ്, അവിടെ എഴുതിയിരിക്കുന്ന ആ കല്ലായിരിക്കുമെന്ന്. ദൈവത്തിന്റെ കരം തന്റെ ദാസന്മാർക്ക് വെളിപ്പെടും എന്ന് പറഞ്ഞാൽ 67 അവർ ഈ കല്ല് കണ്ടുപിടിച്ചു. ആ കല്ലിൽ ഈ യെശയ്യാവ് 66 14 വാക്യത്തിന്റെ ആരംഭ ഭാഗമേ എഴുതിയിട്ടുള്ളൂ. എന്നാൽ അതിന്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ തന്റെ ദാസന്മാർക്ക് അത് മനസ്സിലാകും, വെളിപ്പെടും യഹോവയുടെ കൈ. എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, 67 ഇത് കണ്ട് സന്തോഷിക്കുന്നത് ആരാണെന്നറിയാമോ? ദൈവജനമാ. ദൈവജനത്തിന് അറിയാം ഈ സ്ഥലത്ത്, അതായത് നമ്മുടെ കർത്താവ് മടങ്ങി വരുമ്പോൾ, നമ്മുടെ കർത്താവ് മടങ്ങി വരുന്ന കാര്യം മലാക്കിയുടെ പുസ്തകം ഒന്ന് നോക്കാട്ടെ. മലാക്കിയുടെ പുസ്തകം അവിടെ മൂന്നാം അധ്യായം. എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു, അത് സ്നാപികവനാണ്. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായി അവൻ പെട്ടെന്ന് തന്നെ മന്ദിരത്തിൽ വന്ന് ഇതവൻ വരുന്നു എന്ന് സൈന്യങ്ങൾ യഹോവയുടെ അരുളപ്പാട്. നമ്മുടെ കർത്താവ് തന്റെ ആലയത്തിലേക്ക് വരണം എന്നാണ് പ്രവചനമുള്ളത്. നമ്മൾ ഓർക്കുക, ഇത് ദേവാലയം ഇടിക്കപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞു, കല്ലിന്മേൽ കല്ല് ശേഷിക്കില്ല. അപ്പോഴാണ് ശിഷ്യന്മാർ ചോദിച്ചത്, നിന്റെ വരവ് അപ്പോൾ എപ്പോഴാണ്? നിന്റെ വരവിന് ലോകാവസാനത്തിനും അടയാളം എന്തെന്ന് ചോദിച്ചതിന്റെ കാരണം യഹൂദനെ സംബന്ധിച്ച് അവനറിയാം. അവരന്വേഷിക്കുന്ന കർത്താവ് നിയമദൂതൻ ദേവാലയത്തിൽ വരണം, മശിഹ ദേവാലയത്തിലോട്ട് വരണം, ദേവാലയം ഇപ്പോൾ ഇടിക്കപ്പെടുമെന്ന് പറയുന്നു. അവൻ നിന്റെ വരവിന് ലോകാവസാനത്തിനും അടയാളം എന്തെന്നാണ് ശിഷ്യന്മാർ ചോദിച്ചത്. നമ്മള് ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നമ്മുടെ കർത്താവ് മടങ്ങി വരും. അവൻ വന്നാണ് ഈ യഹൂദന്റെ ദേവാലയം മലിനീകരിക്കുന്നതൊക്കെ ശുദ്ധീകരിച്ചെടുക്കുന്നത്. നമുക്കത് ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടു, ഇത്ര ദിവസം എടുക്കും എന്നൊക്കെ ഉള്ളത് നമ്മൾ കാണുകയും പഠിക്കുകയും ചെയ്യുകയുണ്ടായി അവസാനത്തെ അധ്യായത്തിൽ. എന്നാൽ ഇവിടെ പ്രത്യേകം ഓർക്കുക, നമ്മുടെ കർത്താവ് മടങ്ങി വരുമ്പോൾ അവൻ വാഴാൻ പോകുന്നത് യെരൂശലേമിൽ നിന്നാണ്. യെരൂശലേമിൽ നിന്ന്, ദേവാലയത്തിൽ നിന്ന് അവിടെ ഇരുന്നു കൊണ്ട് ലോകത്തിന്റെ രാജാവായി അവൻ ലോകത്തെ ഭരിക്കാൻ പോവുകയാണ് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. എന്നാൽ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഈ ദേവാലയം പണിയപ്പെടാൻ ഒരുങ്ങുമ്പോൾ നമ്മള് യെശയ്യാവ് 66:14 രണ്ടാം ഭാഗത്തിൽ നമ്മൾ ഓർത്തത്, and the hand of the Lord shall be known towards his servants. അവന്റെ ദാസന്മാർക്ക് അവന്റെ കരം വെളിപ്പെട്ടു വരും എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ദേവാലയ പണിയോടുള്ള ബന്ധത്തിൽ ഇന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഓർക്കണം, ഈ ടെമ്പിൾ മൗണ്ടിലെ സൈറ്റ്, അതായത് ടെമ്പിൾ മൗണ്ട് എന്ന് പറഞ്ഞാൽ യഹൂദന് ദേവാലയം നിന്ന സ്ഥലം, ആ സ്ഥലത്തിന്റെ പേരാണ് ടെമ്പിൾ മൗണ്ട്, ദേവാലയം നിന്ന പർവ്വതം. ആ ടെമ്പിൾ മൗണ്ട് ആയതുകൊണ്ട് 34 ഏക്കറാണ്. ലോകത്തിലെ ഏറ്റവും വില കൂടിയ റിയൽ എസ്റ്റേറ്റ് ആണ്. കാരണം യഹൂദന്റെ ദേവാലയം പണിയുവാൻ അനുവദിക്കപ്പെട്ട ഏക സ്ഥലം. മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവര് വിശ്വസിക്കുന്നു, അവരുടെ നബി മുഹമ്മദ് നബി ഏറ്റവും കൂടുതൽ ദൂരെ യാത്ര ചെയ്തത് ഇവിടമാണ്. അതിന്റെ പേരാണ് അലക്സ മോസ്ക് എന്ന് പറഞ്ഞാൽ ഫർദറസ്റ്റ് പ്ലേസ്. പ്രവാചകൻ ഏറ്റവും കൂടുതൽ ദൂരം യാത്ര ചെയ്തത്. ആ ഓർമ്മയ്ക്കായിട്ട് അവിടെ പണിത മോസ്കാണ് അലക്സ മോസ്ക്. ഏതാണ്ട് AD 638 മുസ്ലിങ്ങൾ പ്രഖ്യാപിച്ചു ഇത് അവരുടെ പുണ്യഭൂമിയാണ്. അപ്പം യഹൂദനെ സംബന്ധിച്ച് ഇതൊരു പുണ്യഭൂമി,
മുസ്ലിങ്ങൾ പ്രഖ്യാപിച്ചു ഇത് അവരുടെ പുണ്യഭൂമിയാണ്. 2 മോസ്ക് അവിടെ നിൽക്കുന്നു. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും കർത്താവിനോടുള്ള ബന്ധത്തിൽ വളരെ പ്രാധാന്യത അർഹിക്കുന്നതുമായ ഒരു സ്ഥലമാണ് ഈ സ്ഥലം. അപ്പൊ ഇവിടെ എങ്ങനെ ദേവാലയം പണിയപ്പെടും? മുസ്ലിങ്ങളുടെ ദേവാലയം മോസ്ക് നിൽക്കുന്നിടത്ത് ദേവാലയം എങ്ങനെ പണിയപ്പെടും എന്നുള്ളത് ഒരു വലിയ സംശയമാണ്. ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു ഭൂകമ്പം കൊണ്ട് മോസ്ക് ഇടിഞ്ഞു പോകും. മറ്റൊരു കൂട്ടർ പറഞ്ഞു അത് ഇടിക്കപ്പെടും. മറ്റൊരു കൂട്ടർ പറഞ്ഞു മശീഹ തന്നെ മടങ്ങി വന്ന് അവരുടെ ദേവാലയം പണിയും. സഹസ്രാബ്ദ ദേവാലയം മശീഹ പണിയും. യെശയ്യാവ് 40 തൊട്ട് വായിക്കുന്നത് അത് സഹസ്രാബ്ദ ദേവാലയമാണ്. എന്നാൽ മഹോപദ്രവ കാലത്തുള്ള ദേവാലയം യേശുക്രിസ്തു അല്ല പണിയുന്നത്. ഈ സനീന്ദ്ര സഭയുടെ നേതൃത്വത്തിൽ യഹൂദൻ അത് പണിയും. എന്നാൽ ജെറുസലേം പോസ്റ്റ് എന്ന് പറയുന്നത് ഇസ്രയേലിലും മറ്റ് ഭാഗങ്ങളിലും പ്രസിദ്ധമായൊരു വർത്തമാന മാധ്യമമാണ് ജെറുസലേം പോസ്റ്റ്. 1980 ഏപ്രിൽ മാസം 6-ാം തീയതി ജെറുസലേം പോസ്റ്റിന്റെ ഇന്റർനാഷണൽ എഡിഷനില് 2 പേജിൽ ഒരു വാർത്ത വന്നു. 2 പേജിൽ. ആ വാർത്തയുടെ തലക്കെട്ട് അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യ വാർത്ത എന്താന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ്. അതായത് യെരുശലേം ടെമ്പിൾ, ആൻഷ്യന്റ് ടെമ്പിൾ വാസ് ബിൽറ്റ് ഓൺ എ ഡിഫറെന്റ് സൈറ്റ്. അതായത് അന്ന് വരെ കരുതിയിരുന്നത് മുസ്ലിങ്ങളുടെ മോസ്ക് നിൽക്കുന്നിടത്താണ് ദേവാലയം പണിയേണ്ടിയത് എന്നാണ്. എന്നാൽ 1980 ഏപ്രിൽ മാസം 6-ാം തീയതി വന്ന യെരുശലേം പോസ്റ്റ് ഇന്റർനാഷണലിൽ 2 പേജിൽ വാർത്ത വരികയാണ്. അവിടമല്ല, വ്യത്യസ്തമായ ഒരു സ്ഥലത്താണ് യഹൂദന്റെ ദേവാലയം നിന്നത്. അതിന്റെ പ്രധാന കാരണം ഒരു ഡോക്ടർ ആഷർ കൗഫ്മാൻ എന്ന് പറയുന്ന ഹീബ്രു യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ, അദ്ദേഹം 1 വർഷം അവധിയെടുത്തു. ഹീബ്രു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവധിയെടുത്തിട്ട് തൻ്റെ ലക്ഷ്യം യഹൂദന്റെ ദേവാലയം എവിടെയാണ് നിന്നതെന്ന് കണ്ടുപിടിക്കാൻ, ലൊക്കേഷൻ. അതാണല്ലോ വളരെ പ്രാധാന്യത. അദ്ദേഹം 1 വർഷം അവധിയെടുത്തിട്ട് റിസർച്ച് നടത്തുകയാണ്. ആ റിസർച്ചിൽ ലോകമഹായുദ്ധകാലത്ത്, 1-ാം ലോകയുദ്ധകാലത്ത് എടുത്ത ഏരിയൽ ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്. 1918 ജർമ്മൻ പൈലറ്റുമാരെടുത്ത ഫോട്ടോകളൊക്കെ ഉണ്ട്. ആ ഫോട്ടോകൾ ഉപയോഗിച്ചു. പഴയ എഴുത്തുകൾ അദ്ദേഹം ഉപയോഗിച്ചു. എന്നാൽ ഞാൻ വായിച്ചത്, അദ്ദേഹത്തിന്റെ കണ്ണു തുറന്നത് എസെക്കിയേൽ പ്രവചനത്തിലെ ചില ഭാഗങ്ങളാണ്. അങ്ങനെ താൻ ഇതെല്ലാം കൂടെ പഠനങ്ങൾ നടത്തിയിട്ട് താൻ എന്ത് ചെയ്തെന്നറിയാമോ? ഈ ഡോം ഓഫ് ദി റോക്ക് നിൽക്കുന്നതിന്റെ അവിടെ നിന്നാൽ, ഞാൻ അവിടെ തന്നെ കയറി നിന്ന് ഇത് ശ്രദ്ധിച്ചതാണ്, അവിടെ നിന്നാൽ കിഴക്കേ വാതിൽ നമുക്ക് കാണാം. അതായത് ഇന്ന് അടഞ്ഞു കിടക്കുന്ന ഒരു വാതിൽ കാണാം, കിഴക്കേ വാതിൽ. ആ കിഴക്കേ വാതിലിന്റെ അവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരികയാണ്. ഈ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ലൈനിലാണ് യഹൂദന്റെ ദേവാലയം നിന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ന് ഉള്ള മോസ്ക് നിൽക്കുന്നിടത്തല്ല യഹൂദന്റെ ദേവാലയം പണിത്. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? ഈ പഠനങ്ങളെല്ലാം വെച്ചിട്ട് ഒരു പ്രത്യേക സ്ഥലം ചെന്ന് അദ്ദേഹം കുഴിച്ചപ്പോൾ, അതായത് ദേവാലയത്തിന്റെ കർത്താവ് ഉണ്ടായിരുന്ന ദേവാലയത്തിന്റെ നോർത്ത് വെസ്റ്റ്, അതായത് വടക്ക് പടിഞ്ഞാറ് ഇന്നർ കോർട്ട്, അതായത് അകത്തെ പ്രാകാരത്തിന്റെ കോർണർ സ്റ്റോൺ അദ്ദേഹം കണ്ടുപിടിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2000 വർഷം മുമ്പ് നിലനിന്ന ദേവാലയത്തിന്റെ അകത്തെ പ്രാകാരത്തിന്റെ വടക്ക് പടിഞ്ഞാറെ മൂലക്കല്ല് അദ്ദേഹം കണ്ടുപിടിച്ചു. ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അളന്നപ്പോൾ ഏതാണ്ട് ഈ ഡോം ഓഫ് ദി റോക്കിന്റെ അവിടെ നിന്ന് 330 അടി മാറിയാണ് യഹൂദന്റെ ദേവാലയത്തിന്റെ സെൻട്രൽ ലൈൻ പോകുന്നത്. അവിടെ മറ്റ് കെട്ടിടങ്ങളൊന്നുമില്ല. അവര് അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും പ്രാകാരവും പണിയും. പുറത്തെ പ്രാകാരം പണിയാൻ ഒക്കില്ല, സ്ഥലമില്ല. ഇത്രയും 3 സ്ഥലങ്ങൾ, അതായത് അതിവിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം, അകത്തെ പ്രാകാരം പണിത് കഴിഞ്ഞാൽ പിന്നെ 85.3 അടിയേ ഉള്ളൂ ഈ മോസ്കുമായിട്ട് വ്യത്യാസം. 85.3. ഞാന് ഇത് നേരത്തെ മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ 10 പ്രാവശ്യമെങ്കിലും ഇസ്രയേലിൽ പോയിട്ടുണ്ട്. 2 പ്രാവശ്യം എനിക്ക്
ടെമ്പിൾ മൗണ്ടിൽ കയറാൻ എനിക്ക് അവകാശം കിട്ടി. നോക്കിയാട്ടെ, ഇവിടെ നോക്കിയാട്ടെ. ഇത് കറക്റ്റാണ്. എവിടെ നിന്ന് കിട്ടി ഈ ഡ്രോയിങ്? ഈ ഡ്രോയിങ് വളരെ കൃത്യമാണ്. നോക്കിയാട്ടെ, കിഴക്കേ വാതില് ആ കിഴക്കേ വാതിലിന്റെ അവിടെ നിന്നുള്ള ഈ വര കണ്ടോ? ഈ വരച്ചിരിക്കുന്ന വര, ഈ വരയുടെ ഇപ്പുറത്താണ് നോക്കി ആ സെൻട്രൽ ലൈൻ, ദേവാലയത്തിന്റെ സെൻട്രൽ ലൈൻ പോകുന്നത്. അത് പണിത് കഴിഞ്ഞാല് മോസ്ക് ഏതാണ്ട് 85.3 അടി മാറി നിൽക്കും. അപ്പോൾ ഇവിടെ കാണാതെ താഴത്തെ ഇതിലും കാണാം. ഈ കിഴക്കേ വാതിലിന്റെ അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നവരെ നോക്കിയാട്ടെ, അവിടെയാണ് ഇപ്പൊ ദേവാലയത്തിന്റെ ചിത്രം കാണുന്നത്, താഴത്തെ ഇതിനകത്ത്. അപ്പോൾ അതിന്റെ അപ്പുറത്താണ് മോസ്ക് പണിതിരിക്കുന്നത്. ഈ ഹോളി ഓഫ് ഹോളീസ്, അതിവിശുദ്ധ സ്ഥലം നിന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ ഒരു കപ്പോളയുണ്ട്. കപ്പോള എന്ന് പറഞ്ഞാല് ചെറിയൊരു മകുടം. ആ മകുടത്തിന്റെ അടിയിൽ ഒരു വെള്ളപ്പാറ. ഞാനിത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ആ മൗണ്ടിൽ രണ്ടാമത് ഞാൻ കയറുന്നത്. ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഗൈഡിനോട് ചോദിച്ചു, എവിടെയാണ് ഈ കപ്പോള, എവിടെയാണെന്ന് ചോദിച്ചു. അദ്ദേഹം എന്റെ മുഖത്തോട്ട് നോക്കി ചോദിച്ചു, നിനക്ക് ഇതൊക്കെ അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എവിടെയാണെന്ന് കാണിക്കാൻ പറഞ്ഞു. അദ്ദേഹം എന്നെ കാണിച്ചു തന്നപ്പോൾ അവിടെ ഒന്നുമില്ല, ഒരു പാറയുടെ പുറത്തൊരു ചെറിയ മകുടം പോലെ ഇങ്ങനെ നിൽപ്പുണ്ട്. അവിടെ മാറി കാവൽക്കാരുണ്ട്. അവിടെ ആളുകളൊന്നും അവിടോട്ട് തൊടുകയോ പിടിക്കുകയോ ചെയ്യില്ല, ഭയമാണ്. അവര് പറയുന്നത്, അതിന് വേറൊരു പേര് പറയുന്നുണ്ട്, ഡോം ഓഫ് ദ സ്പിരിറ്റ്. അതായത് യഹൂദന്റെ ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പൊ ആത്മാവ് അവിടെ ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു. അതിനവർ വിളിക്കുന്നത് ഡോം ഓഫ് ദ സ്പിരിറ്റ്. ആ പാറയിലാണ് ഇസ്ഹാക്കിനെ ബലിയർപ്പിച്ചത്. ആ പാറയാണ് യഹൂദന്റെ അതിവിശുദ്ധ സ്ഥലം. ഞാൻ അവിടെ വരെ ചെന്നു. എൻ്റെ ആയുസിൽ ഇനി സമയം കിട്ടുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഒരുപക്ഷെ അവരെന്നെ അവിടെ ഒന്ന് പിടിച്ചു മാറ്റുമെന്ന് എനിക്കറിയാം. ഞാൻ രണ്ടും കൽപ്പിച്ച് ഇതിനകത്ത് കയറി. അവര് പറഞ്ഞു മരിക്കും, അവിടെ ചവിട്ടുകയൊക്കെ ചെയ്താൽ മരിച്ചു പോകുന്നു. എനിക്കറിയാം ഞാൻ മരിക്കത്തില്ല. ഞാൻ രണ്ടും കൽപ്പിച്ച് ഇതിനകത്ത് കയറി നിന്നിയാൻ. അതായത് യഹൂദന്റെ ദേവാലയം പണിയേണ്ട അതിവിശുദ്ധ സ്ഥലത്ത് ഞാൻ കയറി നിന്നു. ഈ ഡോം ഓഫ് ദി റോക്ക്, ഈ ഇസാക്കിനെ യാഗമർപ്പിച്ച ഞാൻ കയറി നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്ക് അവിടുന്ന് കാവൽക്കാർ ഓടി വന്ന് ഇറങ്ങാൻ പറഞ്ഞു. ഞാനങ്ങ് ഇറങ്ങി, അത്രയേ ഉള്ളൂ. ഞാൻ മരിച്ചൊന്നുമില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം, ഞാനത് അനുഭവിക്കാൻ വേണ്ടി അതിനകത്ത് കയറിയതാണ്. അപ്പൊ നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇന്ന് വരെ ചിന്തിച്ചുകൊണ്ടിരുന്നത് മോസ്ക് പൊളിച്ചെങ്കിലേ ഇത് പണിയാൻ കഴിയുള്ളതാണ്. യെരുശലേം പോസ്റ്റ് ഇന്റർനാഷണൽ എഡിഷനിൽ 2 പേജിലാണ് ഈ വാർത്ത വന്നത്. ഡോക്ടർ ആഷർ കൗപ്മാൻ കണ്ടുപിടിച്ച ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ മോസ്കിന്റെ അടുക്കലാണ്. 330 അടി ഇപ്പുറത്താണ് ദേവാലയം പണിയേണ്ടത്. അത് അതിവിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം പ്രാകാരം പണിത് കഴിഞ്ഞാൽ 85.3 അടി അപ്പുറത്ത് മാറി നിൽക്കും. എന്ന് പറഞ്ഞാൽ അവർക്ക് പുറത്തെ പ്രാകാരം പണിയാൻ സ്ഥലമില്ല. നമ്മള് 11-ാം അധ്യായം നടത്ത വെളിപാട് പുസ്തകം 11-ാം അധ്യായം ഞാൻ ചൂണ്ടിക്കാണിച്ചായിരുന്നു. എന്നാൽ ഒരു കാര്യം കൂടെ ഓർപ്പിക്കാനാണ്. അതായത് ഈ വെളിപ്പാട് പുസ്തകം യോഹന്നാൻ എഴുതുന്നത് AD 95-ലാണ്. AD 95. AD 70 ദേവാലയം നശിപ്പിക്കപ്പെട്ടു. AD 70 നശിപ്പിക്കപ്പെട്ടു. AD 95 യോഹന്നാൻ കാണിച്ചു കൊടുക്കുകയാണ് ദേവാലയം. അപ്പോൾ ഇത് ഇനിയും പണിയപ്പെടുന്ന ദേവാലയമാണ്. അവിടെ നോക്കിയേ, അത് ദൈവം അളക്കാൻ പറഞ്ഞപ്പോൾ ദൈവം എടുത്തൊരു കാര്യം പറഞ്ഞു. 2-ാം വാക്യം, ഒന്നോട്ട് വായിക്കാം. പിന്നെ ദണ്ഡ് പോലെ ഒരു കോൽ എൻ്റെ കയ്യിൽ കിട്ടി, കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെ അളക്കുക. ആലയത്തിന്റെ പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്ക, അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. പുറത്തെ പ്രാകാരം അളക്കരുത്. യഹൂദൻ ഇനിയും പണിയുന്ന ദേവാലയത്തിന് പുറത്തെ പ്രാകാരമില്ല. ഡോക്ടർ ആഷർ കൗപ്മാൻ കണ്ടുപിടിച്ചു ഒറിജിനൽ സൈറ്റ് ഓഫ് ദ പ്രീവിയസ് ടെമ്പിൾ. അത് ആ ടെമ്പിള് മോസ്കോ പൊളിക്കാതെ അത് പണിതാൽ അവിടെ ഇന്ന് നമ്മൾ കണ്ടതുപോലെ പുറത്തെ പ്രാകാരം പണിയാനൊക്കില്ല. പക്ഷെ അത് വേണ്ടവർക്ക്, അവർക്ക് അതിവിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം, പ്രാകാരം മതി അവരുടെ ശുശ്രൂഷകൾ തുടങ്ങുവാൻ. ഇനിയും ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇത് ക്ലിന്റൺ, അമേരിക്കൻ പ്രസിഡന്റ് ക്ലിന്റൺ, അദ്ദേഹം 2000 വർഷം
2000 ഇയർ ഡിസംബർ 23 പ്രസിഡന്റ് ക്ലിന്റൺ പ്രപ്പോസ് ചെയ്തു, ടെമ്പിൾ മൗണ്ട് രണ്ടായിട്ട് കീറാം. മുസ്ലിങ്ങളുടെ ആ ഭാഗം കീറി ഒരു മതിൽ കെട്ടി അത് മുസ്ലിങ്ങൾക്ക് കൊടുക്കാം, ഇപ്പുറത്തെ ഭാഗം താഴോട്ട് ആ വിലാപ മതിലും എല്ലാം കൂടെ യഹൂദന് കൊടുക്കാം, അവരവിടെ ദേവാലയം പണിയട്ടെ. ഇത് ക്ലിന്റൺ പറഞ്ഞു കഴിഞ്ഞപ്പോൾ PLOയുടെ ലീഡർ യാസർ അറാഫത്ത് അതിനെ എതിർക്കുകയും അത് കംപ്ലീറ്റ്ലി റിജക്ട് ചെയ്തു, അവിടെ നിന്നു. എന്നാൽ 2007 സെപ്റ്റംബറിൽ ഇസ്രയേലിന്റെ മുൻ പ്രസിഡന്റായ ഷിമോൻ പെരസ് അദ്ദേഹം ഈ ഐഡിയ, ഈ യഹൂദന്റെ ദേവാലയം നിന്ന സ്ഥലം, ആ മുസ്ലിങ്ങളുടെ മോസ്ക് നിൽക്കുന്ന ടെമ്പിൾ മൗണ്ട് അത് കീറുവാനായിട്ട് അദ്ദേഹം ഒരു പ്രപ്പോസൽ കൊടുത്തത് ആരുടെ കയ്യിലാണെന്നറിയാമോ? വത്തിക്കന്റെ കീഴിലാണ്. അതായത് കത്തോലിക്കരുടെ തലസ്ഥാനമായ വത്തിക്കന്റെ അത് സബ്മിറ്റ് ചെയ്തു. ഇനിയും നമ്മൾ ഓർക്കണം, 2015 സെപ്റ്റംബർ 28 വന്ന ടൈം മാഗസിനിൽ പോപ്പ് ഫ്രാൻസിസിന്റെ പടം ഫ്രണ്ട് പേജിലാണ്. അതിന്റെ അടിയിൽ വലിയ അക്ഷരത്തിൽ ദ ന്യൂ റോമൻ എംപയർ, പുതിയ റോമൻ സാമ്രാജ്യം എന്ന് പറഞ്ഞ് പോപ്പ് ഫ്രാൻസിസിന്റെ പടമാണ് കൊടുത്തിരിക്കുന്നത്. ലോകത്തിലെ അനേക പ്രശ്നങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ പോപ്പ് ഫ്രാൻസിസ് പരിഹരിച്ചിട്ടുണ്ട്. ലോകത്തിലെ വലിയ ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് അദ്ദേഹം. മെഡിറ്ററേനിയൻ ക്രൈസിസ്, അതായത് ഇമിഗ്രൻസ്, അറബ് സ്പ്രിംഗ് ഉണ്ടായി, ഒരുപാട് പേര് യൂറോപ്പിൽ പ്രവേശിച്ചപ്പോൾ അവരെ കൈക്കൊള്ളാനായിട്ട്, റെഫ്യൂജീസിനെ കൈക്കൊള്ളാനായിട്ട് പോപ്പ് ഫ്രാൻസിസ് ആണ് കൽപ്പിച്ചത്. 50 വർഷം ക്യൂബയും അമേരിക്കയും തമ്മിൽ ബന്ധമില്ലായിരുന്നു, നയതന്ത്ര ബന്ധം. ആ ബന്ധം വീണ്ടും സ്ഥാപിച്ചത് 2014 പോപ്പ് ഫ്രാൻസിസ് മൂലമാണ്. പലസ്തീനികളുടെ അവരെ അംഗീകരിച്ചത് 2015 പോപ്പ് ഫ്രാൻസിസ് ആണ്. UN ഈ പലസ്തീനിയൻ ഫ്ലാഗ് പോപ്പ് അവിടെ കളത്തി. അദ്ദേഹം ഇസ്രയേലിനെയും പലസ്തീനികളെയും വത്തിക്കനിലേക്ക് വിളിച്ചു പ്രാർത്ഥിക്കാൻ. അവരെ അവിടെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു. അതായത് ചൈനയുമായിട്ട് 60 വർഷമായിട്ട് ബന്ധമില്ലാതിരുന്നത് ഇദ്ദേഹത്തിന്റെ കാലത്ത് വീണ്ടും അത് സ്ഥാപിച്ചു. അദ്ദേഹം ഈ എൻവയോൺമെന്റ്, അതായത് കാലാവസ്ഥയുടെ വ്യതിയാനത്തോടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഭയങ്കരമായിട്ട് ലോകം അംഗീകരിക്കും. എന്തിനു പറയുന്നു? അദ്ദേഹത്തെ ലോകത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു വലിയ രാഷ്ട്രീയ തന്ത്രജ്ഞനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ കൊടുത്തിട്ട് അടിയിൽ ടൈം മാഗസിൻ, ലോകപ്രസിദ്ധമായ മാഗസിൻ എഴുതിയത് ദ ന്യൂ റോമൻ എംപയർ. ഈ പോപ്പിന്റെ കയ്യിലാണ് ഇപ്പോൾ ഈ യെരുശലേമിനെ, അതായത് ടെമ്പിൾ മൗണ്ടിനെ കീറാൻ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. 3 കീറാമെന്നാണ്. 3 കീറാം. 3 കീറുക എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഭാഗം അവിടെ നിൽക്കട്ടെ, യഹൂദന്റെ ദേവാലയം പണിയുന്ന ഭാഗം അവിടെ നിൽക്കട്ടെ, ബാക്കി ഭാഗം ഓർത്തഡോക്സ്, അതായത് ക്രിസ്ത്യാനികൾക്കും കത്തോലിക്കർക്കും കൂടെ ആരാധിക്കാനായിട്ട് കൊടുക്കാം. അങ്ങനെ 3 മതങ്ങൾക്ക് അത് കൊടുക്കാം. ഈ 3 മതങ്ങളും ഏക ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. ഇനിയും ഒരു കാര്യം കൂടി അവിടെ പറഞ്ഞു. മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വെള്ളിയാഴ്ച പ്രാർത്ഥിക്കും, യഹൂദൻ പ്രാർത്ഥിക്കുമ്പോൾ ശനിയാഴ്ച പ്രാർത്ഥിക്കും, ക്രിസ്ത്യാനി പ്രാർത്ഥിക്കുമ്പോൾ ഞായറാഴ്ച പ്രാർത്ഥിക്കും. അപ്പോൾ ആ പ്രാർത്ഥനയുള്ള ബന്ധത്തിൽ പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇത് കീറി മുറിക്കാനായിട്ട് പ്രപ്പോസൽ വന്നു കഴിഞ്ഞു. വളരെ വ്യക്തമായി യോവേലിലും ദാനിയേലിലും വേണേ വാക്യമെടുത്തു, ദൈവജനം ഈ ഭാഗം വീണ്ടും കീറി മുറിക്കും. യോവേൽ പ്രവചനം 3-ാം അധ്യായം, യോവേൽ പ്രവചനം അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോവേൽ പ്രവചനം 3-ാം അധ്യായം യോവേൽ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, അവർ അവരെ ഞാനിടയിൽ ചിതറിച്ചു, എന്റെ ദേശത്തെ ഭാഗിച്ചു കളഞ്ഞുവല്ലോ. ഡിവൈഡിങ് അപ്പ് മൈ ലാൻഡ്. ദാനിയേൽ 11:39 നോക്കി. ദാനിയേൽ പ്രവചനം 39-ാമത്തെ അവിടെ നമുക്ക് നോക്കാം. വീണ്ടും അന്തിക്രിസ്തു ചെയ്യുന്ന കാര്യം നോക്കിയാട്ടെ. ദാനിയേലിന്റെ പുസ്തകം 11:39.
11:39 വാക്യം അവിടെ വായിക്കുന്നുണ്ട്. 39 അവസാനം. അവൻ, അതായത് അന്തിക്രിസ്തു, മഹത്വം വർദ്ധിപ്പിക്കും. അവൻ അവർക്ക് ദേശത്തെ പ്രതിഫലമായി വിഭാഗിച്ചു കൊടുക്കും. ദേശത്തെ ഭാഗിച്ചു കൊടുക്കും. ഇന്ന് ദേശത്തെ ഭാഗിക്കാൻ ഈ ടെമ്പിൾ മൗണ്ടിനെ 3ആയി കീറാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുന്നിൽ പ്രപ്പോസൽ ഉണ്ട്. അന്തിക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ ഇത് ഭാഗിക്കപ്പെടും. അങ്ങനെ ഭാഗിക്കപ്പെട്ട് കിടുന്ന ഭാഗത്തിലാണ് യഹൂദന്റെ ദേവാലയം പണിയാൻ പോകുന്നത്. ഇനിയും അതോടുള്ള ബന്ധത്തിൽ നമുക്ക് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഭാഗിച്ചു കിട്ടുന്ന ഈ ഭാഗത്ത് ദേവാലയം പണിയാൻ എത്ര നാളെടുക്കും? ഈ ഡോക്ടർ ആഷർ കൗപ്മാൻ ആണ് ഇത് കണ്ടുപിടിച്ചത്. ഈ സ്ഥലം അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ടെമ്പിൾ മൗണ്ട് പണിയാൻ, ഈ ടെമ്പിൾ മൗണ്ടിലെ ദേവാലയം പണിയാൻ 42 മാസം എടുക്കും. എന്താ അങ്ങനെ പറയുന്നത്? ഇസ്രയേലിന്റെ കലണ്ടർ മൂണിനെ ആസ്പദമാക്കിയ അമാവാസ്യയിലും പൗർണവാസിയിലും കാഹളമൂതിവീൻ എന്ന് പറയുമ്പോൾ അവര് കാഹളമൂതുന്ന കാഹള പെരുന്നാളും അവരുടെ ഉത്സവങ്ങളൊക്കെ വരുന്നത് മൂണിന്റെ മൂവ്മെന്റ് അനുസരിച്ചാണ്. മുസ്ലിങ്ങളും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. ആ വിധത്തിൽ കാലങ്ങളെ നോക്കി കാര്യങ്ങൾ നടത്തുമ്പോൾ അവർക്ക് 42 മാസം വേണ്ടിവരും അവരുടെ ദേവാലയം പണിയാനെന്ന് ഡോക്ടർ ആഷർ കൗപ്മാൻ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ആ വെളിപ്പാട് ദിവസം 11-ാം അധ്യായം എടുത്താട്ടെ. വെളിപ്പാട് ദിവസം 11-ാം അധ്യായം. വെളിപ്പാട് ദിവസം 11-ാം അധ്യായത്തിൽ നമ്മൾ വേറൊരു കാര്യം കണ്ടുപിടിക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ദൈവം വെളിപ്പെടുത്തുന്ന 2 പ്രവാചകന്മാർ വരും. ദേവാലയ പണിയുള്ള ബന്ധത്തിലാണ്. കാരണം ദേവാലയത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഉടനെ പറയുകയാണ് 3-ാം വാക്യം, അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്ക് വരം നൽകും. വരം നൽകുമെന്നുള്ളത്, ഐ വിൽ ഗിവ് പവർ ടു മൈ ടു വിറ്റ്നസസ്. എൻ്റെ 2 സാക്ഷികൾക്ക് ഞാൻ അന്ന് ശക്തി പകരും. എന്നിട്ട് അവർ രട്ടെടുത്തുകൊണ്ട് 1260 ദിവസം പ്രവചിക്കും. 1260 ദിവസം എന്ന് പറഞ്ഞാൽ 42 മാസം. 360 ദിവസമുള്ള 42 മാസം, അല്ലെങ്കിൽ 3.5 വർഷം. അവർ ഭൂമിയുടെ കർത്താവിന്റെ സന്നിധി നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കുമാകുന്നു. ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവർ അങ്ങനെ മരിക്കേണ്ടി വരും. അവരുടെ പ്രവചനകാലം മഴ പെയ്യാതോണം ആകാശത്തെ അടച്ചു കളയുവാൻ അവർക്ക് അധികാരമുണ്ട്. വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധ കൊണ്ട് ഭൂമിയെ ദണ്ഡിപ്പിക്കാനും അധികാരമുണ്ട്. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം, അതായത് അന്തിക്രിസ്തു, അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മികമായി സോദോം എന്നും മിസ്രയീം എന്നും പേരുള്ള മഹാനഗരമായ നഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. ആ ഭാഗം നോക്കിയാട്ടെ. കർത്താവ് ക്രൂശിക്കപ്പെട്ട യെരുശലേമിൽ അവരുടെ ശവം കിടക്കും. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. അവരുടെ ശവം കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കില്ല. ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയെ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചത് കൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ച് ആനന്ദിക്കുകയും അന്യോന്യം സമ്മാനം കൊടുക്കുകയും ചെയ്യും. 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവവിശ്വാസം അവരിൽ വന്ന് അവർ കാൽ ഊന്നി നിന്ന് അവരെ കണ്ടവർ പരവശരായി ഇവിടെ കയറി വരികയെന്ന് സ്വർഗത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നത് കേട്ടു. അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. അവരുടെ ശത്രുക്കൾ അവരെ നോക്കി കൊണ്ടിരുന്നു. ആ നാഴികയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. നഗരത്തിൽ 10 ഇടിഞ്ഞു വീണു. ഭൂകമ്പത്താൽ 7000 പേർ മരിച്ചുപോയി. ശേഷിച്ചവർ ഭയപരവശരായി സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുത്തു. ഈ ഭാഗത്തുനിന്ന് ചില സത്യങ്ങൾ മനസ്സിലാക്കുന്നു. മഹോപദ്രവ കാലഘട്ടത്തിന്റെ ആദ്യത്തെ 3.5 വർഷം, 42 മാസം, ദൈവം അവർക്ക് പ്രത്യേക ശക്തി കൊടുക്കും. അവരോട് എതിർക്കുന്നവരെ ദഹിപ്പിച്ചു കളയാൻ സ്വർഗത്തിൽ നിന്ന് തീയിറക്കും. അനേക പണ്ഡിതർ വിശ്വസിക്കുന്നു ഈ പ്രവാചകന്മാരുടെ സഹായത്തോടെയാണ് ഈ ദേവാലയം പണിയുന്നത്. അതാണ് ഇതിനെ എതിർക്കാൻ വരുന്നവരെ തീയിറക്കി ദഹിപ്പിച്ചു കളയും. അതാണ് ഇവരുടെ ശവം കുഴിച്ചിടാൻ അനുവദിക്കാത്തത്. ഇസ്ലാം വിശ്വാസം അനുസരിച്ച് മരിക്കുന്നവരെ അന്ന് കുഴിച്ചിടും. എന്നാൽ അവരുടെ മതത്തെ നിന്ദിച്ചവരെ അന്ന് കുഴിച്ചിടാൻ സമ്മതിക്കില്ല.
ആ ശവം തെരുവിലിട്ട് ചവിട്ടുകയും നിന്ദിക്കുകയും തുപ്പുകയും ഒക്കെ ചെയ്യും. കാരണം അവരുടെ മതത്തിനെതിരായി ഈ ദേവാലയം പണിതു എന്നുള്ളതാണ് എന്റെ പ്രശ്നം. 3 ദിവസം കഴിയുമ്പോൾ ഇവർ ജീവിച്ചെഴുന്നേക്കും, എല്ലാവരുടെയും കാണുക. ഇവിടെ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക, യെരുശലേമിൽ ദേവാലയം പണിയും. എന്ന് പണിയും? നമുക്ക് ഈ പഠനങ്ങൾ കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നു. യെരുശലേം മുസ്ലിങ്ങളുടെ മോസ്കിന്റെ അടുക്കൽ മാറിയത് പണിയുന്നത് വളരെ എതിർപ്പുകൾ മുസ്ലിം ലോകത്ത് നിന്നുണ്ടാകും. പക്ഷെ എതിർക്കുന്നവരെ നിഗ്രഹിച്ചു കളയാൻ ഈ 2 പ്രവാചകന്മാരോടെ പ്രത്യക്ഷപ്പെട്ട് തീയിറക്കി അവരെ ദഹിപ്പിക്കും. അവരുടെ പ്രവാസകാലം തീരും. ഈ 42 മാസം കഴിയുമ്പോൾ അവര് ദേവാലയത്തിൽ യാഗങ്ങളും ആരംഭിക്കും യഹൂദൻ. ആ സമയത്താണ് ഇവരെ കൊന്നുകളയുന്നതും ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, യഹൂദന്റെ ദേവാലയത്തിന്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇറ്റ് ഈസ് ഇൻ എ ഡിഫറെന്റ് പ്ലേസ്. ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു, സനീന്ദ്ര സഭ സ്ഥാപിച്ചു. ദേവാലയ പണിക്ക് വേണ്ടി കാര്യങ്ങൾ ഒരുക്കുമ്പോൾ മതപരമായ വലിയ എതിർപ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളിടത്ത് ദൈവം 2 പ്രവാചകന്മാരെ ശക്തി കൊടുത്ത് അയച്ച് അവരുടെ സാന്നിധ്യത്തിലായിരിക്കും ഇത് പണിയുന്നത്. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ഇന്ന് ഈ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടും സനീന്ദ്ര സഭയും ഈ ദേവാലയ പണിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞു. ഞാനത് ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇതെല്ലാം ഒരു കാര്യം മനസ്സിലാക്കുന്നു, സഭ മാറ്റപ്പെട്ടെങ്കിലേ ഈ പ്രവാചകന്മാർ വരികയുള്ളൂ, സഭ മാറ്റപ്പെട്ടെങ്കിലേ ഈ പണി നടക്കുകയുള്ളൂ. മഹോപദ്രവ കാലഘട്ടത്തിന്റെ 7 വർഷത്തിന്റെ ആദ്യത്തെ ഭാഗത്തിൽ ഇത് പണിയപ്പെടും. ആ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ യേശുക്രിസ്തു വന്നു നമ്മളെ ചേർക്കാൻ സഭയും അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ.